വേൾഡ് റെസ്ലിംഗ് എന്റർടൈൻമെന്റ്സ് ഇതിഹാസം ജോൺ സീന വിരമിച്ചു. കരിയറിലെ അവസാന മത്സരത്തിൽ തോൽവി ഏറ്റുവാങ്ങിയാണ് സീനയുടെ പടിയിറക്കം. 20 വർഷത്തിനിടെ സീന ഒരു മത്സരത്തിൽ നിന്ന് ടാപ്പ് ഔട്ട് ആകുന്നത് ഇതാദ്യമായാണ്. ഇത്രയും വർഷങ്ങളായി ആരാധകരെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞത് ഒരു ബഹുമതിയാണെന്ന് ജോൺ സീന പറഞ്ഞു. WWE ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരം കൂടിയാണ് ജോൺ സീന. അടികപ്പ്യാരെ, കൂട്ടമണി, ഉറിയടി എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത AJ വർഗീസ് ഒരുക്കിയ അടിനാശം വെള്ളപ്പൊക്കം തിയേറ്ററിൽ പ്രദർശനം തുടരുന്നു. ഹൈറേഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ സ്കൂളിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രം കോടികൾ വിലമതിക്കുന്ന ഹാഷ് ഷോയിലായി 2 ലഹരി മാഫിയ സംഘങ്ങൾ നടത്തുന്ന പോരാട്ടമാണ് പറയുന്നത്. ഷൈൻ ടോം ചാക്കോ, പ്രേംകുമാർ, ജോൺ വിജയ്, അശോകൻ, ശ്രീകാന്ത് വെട്ടിയാർ, മഞ്ജു പിള്ള എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. സൂര്യഭാരതി ക്രിയേഷൻസിന്റെ ബാനറിൽ മനോജ് കുമാർ KP ആണ് അടിനാശം വെള്ളപ്പൊക്കം സിനിമയുടെ നിർമ്മാണം. അപ്പൊ എല്ലാം പൂർത്തിയായി സാർ. എക്കോ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം തന്റെ അടുത്ത ചിത്രത്തിന്റെ പ്രഖ്യാപനം നടത്തി സന്ദീപ് പ്രദീപ്. കോസ്മിക് സാംസൺ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ഡിസംബർ 14 ആരംഭിക്കും. ഒരു ഫൺ ഫാന്റസി ചിത്രമായാണ് കോസ്മിക് സാംസൺ എത്തുന്നത്. മുകേഷ്, മിയ ജോർജ്, അൽതാഫ് സലീം, അൽഫോൺസ് പുത്രൻ, അനുരാജ് ഓബി എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നത്. രജനി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ജയിലർ 2. നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു. ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ എന്ന കഥാപാത്രമായാണ് രജനീകാന്ത് ചിത്രത്തിലെത്തുന്നത്. ഇപ്പോഴത്തെ ജയിലർ 2-വിൽ നടി വിദ്യാ ബാലനും ഉണ്ടെന്ന വിവരമാണ് പുറത്തുവരുന്നത്. വിദ്യാ ബാലന് കഥ ഇഷ്ടപ്പെട്ടുവെന്നും അവർ ജയിലർ 2-വിന്റെ കരാർ ഒപ്പിട്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇത് സംബന്ധിച്ച് മറ്റു വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അടുത്ത വർഷം ഓഗസ്റ്റ് 14 ചിത്രം റിലീസിനെത്തും. മോഹൻലാൽ നായകനായെത്തുന്ന ബ്രഹ്മാണ്ഡ ചിത്രം വൃഷഭയിലെ ആദ്യ ഗാനം പുറത്തിറങ്ങി. അപ്പ എന്ന ടൈറ്റിലോടെയാണ് ഗാനം പുറത്തു വന്നിരിക്കുന്നത്. മധു ബാലകൃഷ്ണനാണ് ഗാനത്തിന്റെ മലയാളം പതിപ്പ് ആലപിച്ചത്. ആക്ഷൻ, വൈകാരികത, പ്രതികാരം, പ്രണയം എന്നിവ കോർത്തിണക്കി ഒരച്ഛനും മകനും തമ്മിലുള്ള ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന അതിശക്തമായ കഥയാണ് ചിത്രം പറയുന്നത്.